നമ്മളൊക്കെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് കോളേജിൽ പോകുമ്പോൾ നടത്തുന്ന ഗ്രാജുവേഷനാണ് ഇപ്പോഴത്തെ പിള്ളേർ പ്രീ സ്കൂൾ കഴിഞ്ഞ് 5 വയസ്സ് കഴിയുമ്പോൾ നടത്തുന്നത്. പക്ഷേ ഇന്നാകെ ഒരു മഴ ദിവസമായിരുന്നു. ഞാൻ എണീറ്റ കൂടെ തന്നെ എൻ്റെ കൂടെ മീനും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ബ്രഷിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അവൾ പിന്നെ തന്നെ എന്തെങ്കിലും കളിച്ചുകൊണ്ട് ഏലക്കൂടെങ്കിലുമൊക്കെ നടന്നോളും കേട്ടോ. ഇടയ്ക്ക് നമ്മളൊരു ശ്രദ്ധിച്ചാൽ മതിയേ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. ഫ്രിഡ്ജിൽ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ എന്നും ഇങ്ങനെ ദോശയോ അപ്പമോ അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല. സീരിയൽസാണ് സാധാരണ മോർണിംഗ് ഇതിന് കൊടുക്കുന്നത്. മീനും അതിൽ നിന്ന് തന്നെ കുറച്ച് കഴിച്ചോളും. നമുക്ക് ഉണ്ടാക്കാനും ഈസിയാണ്, സമയവും ലാഭമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ണ് മീനുവിൻ്റെ പുറത്ത് വേണം. അതുകൊണ്ട് ആ ചെറിയ ചേറെ ചവിട്ടി ആ വലിയ ചേറെ കയറിയിരുന്ന് ഭയങ്കര പാട്ടും കാര്യങ്ങളും ഒക്കെയാണ്. എന്നെ കണ്ടപ്പോഴത്തേനും ഒരു ഹായ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് എന്തോ കാര്യമൊക്കെ പറയുന്നുണ്ട്. സ്നാക്ക് ബോക്സിൽ ഇന്ന് ഞാൻ ഗ്രേപ്സും പിന്നെ ഒരു ചെറിയൊരു ടിഫിനുമാണ് വെച്ചേക്കുന്നത്. ഗ്രേപ്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കണം. അത് ചോക്കിംഗ് റിസ്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അത് കഴിക്കാൻ ചെറിയൊരു ഫോർക്കും വെച്ചു. നല്ലൊരു ടിഫിൻ ബോക്സാണ് കേട്ടോ ഇത്. പിന്നെ ഞാനും ഇതിനും കൂടെ സ്കൂളിൽ പോയി. മീനുവിനെ ശരിക്കും കൊണ്ടുപോകാൻ റെഡിയാക്കിയതായിരുന്നു. അപ്പോഴേക്കും അപ്പ വന്നു. അതുകൊണ്ട് പിന്നെ മഴയത്ത് അവളെ കൊണ്ടുപോകണ്ടെന്ന് കരുതി. അവൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് നമ്മൾ ഒന്ന് സ്റ്റക്കായി. നമ്മുടെ എസ്റ്റേറ്റിലെ തന്നെ ഒരു വീട്ടിൽ സ്കിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അപ്പുറയും ഇപ്പുറയൊക്കെ ഒരു 3-4 കാർ വെച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് ബ്ലോക്കായിട്ട് കിടന്നു. ഒരു 5 മിനിറ്റ്സിൻ്റെ പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഹോൺ അടിക്കുകയോ അങ്ങനെ ധൃതി കൂട്ടുകയോ ഒന്നുമില്ല. അവരുടെ വർക്കിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. അവർ പെട്ടെന്ന് അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഉള്ളിലേക്ക് കയറ്റാൻ. അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ പണിയും കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്യും. അപ്പോൾ 2 കൂട്ടർക്കും നല്ലൊരു പോസിറ്റീവ് ഡേ തന്നെയായിരിക്കും. രാവിലെ തന്നെ വെറുതെ ഫ്രസ്ട്രേഷനും നെഗറ്റിവിറ്റിയോ ഒന്നുമില്ല. പിന്നെ സ്കൂളിൽ ചെന്നപ്പോഴത്തേനും ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നേ. അപ്പം മെയിൻ ഡോറിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് വേണം. പിന്നെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത 2 ഡോറുകൾ ടീച്ചർ ഓപ്പൺ ചെയ്തു തരും. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം മീനുവിൻ്റെ ഈ വക കലാപരിപാടികളുണ്ട്. അതിങ്ങനെ ഇടയ്ക്കൂടെ നടന്നുകൊണ്ടിരിക്കും. നമ്മളത് പുറകെ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കണം. പിന്നെ 11 മണി വരെ പൈസ ഒന്ന് ബ്രീഫായിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീനു തന്നെയാണ് വിളിക്കാൻ പോകുന്നത്. അപ്പായെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പയസ് എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പം വിളിക്കാൻ പോകാൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ കാര്യമായിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കും എന്നൊക്കെ കരുതിയപ്പോൾ ചെന്ന് അടിയൊക്കെ കൊടുത്താണ് എഴുന്നേൽപ്പിക്കുന്നത്. പിന്നെ 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ വേഗം റെഡിയാകാനുള്ള പരിപാടിയായി. അവൾക്കിടാനുള്ള ഉടുപ്പ് നമ്മളെടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് യെല്ലോ വേണോ ബ്ലൂ വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവൾ തന്നെ ബ്ലൂ വേണമെന്ന് ചൂസ് ചെയ്തു. അങ്ങനെ ആ ഉടുപ്പ് അവൾക്കിട്ട് കൊടുത്തു. നമ്മൾ ഈ കൊച്ചിലെ തന്നെ പിള്ളേരെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ ഏൽപ്പിക്കുമ്പം അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസൊക്കെ നന്നാവുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പ് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ മുടിയൊന്നും കെട്ടാൻ സമ്മതിക്കത്തില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോയും വെച്ച് കൊടുത്തു. ചേട്ടനെ കാണാൻ പോകാനാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ക്ലിയറില്ല. മഴയായതുകൊണ്ട് ഗാർഡനിലായിരുന്നു. ഒരു ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു പരിപാടി. നമ്മൾ തലേദിവസം തന്നെ എല്ലാ കുട്ടികൾക്കുമുള്ള ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു ചെറിയ നോട്ടും ഒക്കെ എഴുതി എല്ലാവർക്കും പ്രത്യേകം ബാഗിലാക്കി നെയിംസൊക്കെ എഴുതി. ടീച്ചേഴ്സിനും 2 പേർക്കും ഓരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ സ്കൂളിലാണ്. അവരുടെ സിംഗിങ്ങും ആക്ഷൻ സോങ്സും ഒക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഗ്രാജുവേഷൻ ഡേക്ക് മുമ്പുള്ള 5 ഡേയ്സ് ഇതിന് ഭയങ്കര ഫീവറായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇതൊന്നും പഠിക്കാനും പറ്റിയില്ല. ഒറ്റ ദിവസം കൊണ്ടാണ് ഇവൻ ഇതെല്ലാം പഠിച്ചെടുത്തത്. ഇതിന് വലുതാകുമ്പം പോലീസ് കാർ ഡ്രൈവർ ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണെന്ന് കേൾക്കാൻ നമ്മളും എക്സൈറ്റഡ് ആയിരുന്നേ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് മീനുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് ഒന്ന് ബ്രീഫായിട്ട് കട്ട് ചെയ്തു. കാരണം ഇപ്പോഴാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ടൈം കിട്ടിയത്. അവളുടെ ഏറ്റവും ഫേവറേറ്റ് ഫിഗേഴ്സ് പെപ്പ പിഗാണ്. അപ്പോൾ അതിനോണ്ട് തന്നെ ഒരു ഫോണ്ടൻ ഫിഗർ ഉണ്ടാക്കി. പക്ഷേ അത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. അവളുടെ വായിൽ നിന്ന് ഫോണ്ടൻ്റ് പിടിച്ചെടുത്താണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു 1/4 കിലോ ഫോണ്ടൻ്റെങ്കിലും അവൾ തിന്നിട്ടുണ്ടായിരിക്കും. അവളെന്നാണെങ്കിലും ഭയങ്കര ഹാപ്പിയായി ഇത് കണ്ടപ്പോഴേ. എന്നിട്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി തന്നെ കറക്കി ഭയങ്കര സന്തോഷമായിരുന്നേ. പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പൈസ പോയി കിടന്നുറങ്ങി. ഞാൻ പിന്നെയും സാധാരണ പരിപാടികളിലേക്ക് കടന്നു. മീനുവിൻ്റെ കുരുത്തക്കേടും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ.